നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 1000 കടന്നതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകി UAE. മിന്നൽ പരിശോധനകളും പിഴകളും കർശനമാക്കിയിട്ടുണ്ട്. UAEയിൽ 2 ദിവസമായിരുന്നു 900-ന് മുകളിലായിരുന്ന പോസിറ്റീവ് കേസുകളുടെ എണ്ണം. ഇന്നലെ 1007 കൂടുകയായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ 95,287 പേരിലെ പരിശോധന മൂലമാണ് സംഖ്യ ഉയർന്നത് എന്നും ജാഗ്രത കുറവാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. സാമൂഹിക അകലം പാലിക്കുന്നതിലെ വീഴ്ച, മാസ്ക് ധരിക്കാനുള്ള വിമുഖത എന്നിവയ്ക്ക് പുറമെ ചില വ്യാപാര സ്ഥാപനങ്ങൾ രോഗപ്രതിരോധ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതും രോഗവ്യാപനം കൂടാൻ കാരണമാണ്. ഇളവുകൾ ദുരുപയോഗം ചെയ്യരുത് എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒരു മാസം മുൻപ് 200-ൽ താഴെയായിരുന്നു കോവിഡ് ബാധിതർ. നിലവിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരിൽ ഏറെയും പുരുഷന്മാരാണ്. വ്യാപനം തടയാൻ അധികൃതർ പരമാവധി നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. സ്വയം സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ ജനങ്ങളും ശ്രദ്ധിച്ചാലേ കാര്യങ്ങൾ കൈപ്പിടിയിൽ നിൽക്കൂ എന്ന് ആരോഗ്യരംഗത്തുള്ളവരും മുന്നറിയിപ്പ് നൽകുന്നു. മാസ്ക് ധരിക്കുന്നതിൽ പോലും പലരും മടി കാണിച്ചു തുടങ്ങിയതോടെ കടുത്ത പിഴ നൽകാനും നടപടി തുടങ്ങി. ഒപ്പം കഴിഞ്ഞ ദിവസം കരാമയിൽ മാസ്ക് ചെവിയിൽ തൂക്കി നടന്ന യുവാവിന് 3000 ദിർഹം പിഴ ശിക്ഷ ലഭിച്ചിരുന്നു. ഒപ്പം കടകളിലും UAE എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് അധികൃതർ മിന്നൽ പരിശോധന നടത്തുന്നുണ്ട്. തൊഴിലാളികൾ മാസ്ക് ധരിക്കാതിരുന്ന 7 സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തി. കഴിഞ്ഞ ദിവസം സത്വയിൽ സാമൂഹിക അകലം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടിയിരുന്നു. ജിമ്മിന് പിഴയും ചുമത്തി. കോവിഡ് നിയമലംഘനങ്ങൾക്കെതിരായ നടപടികളിൽ കൂടുതൽ ശക്തമായ തീരുമാനങ്ങളാണ് പരമോന്നത സമിതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഇളവുകൾ ദുരുപയോഗപ്പെടുത്തിയാൽ കനത്ത പിഴയും മറ്റു നടപടികളും ഉണ്ടാകും. ജീവനക്കാർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അനുശാസിക്കുന്നു. സുരക്ഷാ ഇടങ്ങൾ വേർതിരിച്ച് മുദ്രയിടുന്ന നടപടികളും ദുബായ് ടൂറിസം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കടകളിലും മറ്റും ദുബായ് അഷ്വേർഡ് എന്ന മുദ്ര പതിപ്പിക്കും. ഇവിടെ ധൈര്യത്തോടെ കയറാം എന്ന് അധികൃതരും വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം ദുബായിലും ഷാർജയിലും എത്തുന്ന ഏതുതരം വിസക്കാരും അബുദാബിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നത് വിലക്കിയുള്ള നിയന്ത്രണം തുടരുകയാണ്. അബുദാബിയിൽ താമസ വിസയിൽ എത്തുന്നവർ സർക്കാർ ക്വാറന്റൈനിൽ കഴിയണമെന്നത് കർശനമാക്കിയിട്ടുണ്ട്. അവിവാഹിതർ റസീനിലെ സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രത്തിലും കഴിയണം. താമസവും ഭക്ഷണവും സൗജന്യമാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.